Hi, I am Rogis Juice, Managing Director of Alpha Academy. 2023 ഏറ്റവും പ്രാധാന്യമുള്ള എഞ്ചിനീയറിംഗ് സെക്ടറിലെയും മെഡിക്കൽ സെക്ടറിലെയും രണ്ട് പരീക്ഷകൾ NTA നടത്തുന്ന ഈ ഓൾ ഇന്ത്യ എക്സാമിനേഷൻസ് JEE എക്സാമിനേഷൻ, NEET എക്സാമിനേഷൻ രണ്ടിൻ്റെയും ഏത് മാസത്തിലാണ് നടക്കുക എന്നുള്ളത് NTA അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. JEE എക്സാമിനേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമേറിയ എക്സാമിനേഷനാണ്. JEE തന്നെ രണ്ട് എക്സാം ഉണ്ട്, JEE മെയിനും JEE അഡ്വാൻസും. JEE മെയിൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് JEE അഡ്വാൻസിന് എലിജിബിലിറ്റി ലഭിക്കുക. ഈ JEE മെയിൻ എക്സാമിനേഷൻ രണ്ട് പരീക്ഷകളായാണ് നടത്തുന്നത്. ജനുവരിയിൽ ഫസ്റ്റ് എക്സാമിനേഷനും സെക്കൻഡ് എക്സാമിനേഷൻ ഏപ്രിൽ മാസത്തിലും. ഈ രണ്ട് പരീക്ഷയും ഒരു വിദ്യാർത്ഥി എഴുതണം, ഇല്ലെങ്കിൽ ഒരു പരീക്ഷയാണെങ്കിലും എഴുതാം. ഈ രണ്ട് പരീക്ഷയിൽ ഏത് എക്സാമിനേഷനാണോ കൂടുതൽ മാർക്ക് ലഭിക്കുക അതായിരിക്കും റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകൾ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും NTA നടത്തുന്ന JEE മെയിൻ എക്സാമിനേഷൻ്റെ രണ്ട് പരീക്ഷകളും നിർബന്ധമായും എഴുതുക. ഈ ജനുവരി മാസത്തിൽ നടക്കുന്ന എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഈ ഡിസംബറിൽ തന്നെ ഇൻവൈറ്റ് ചെയ്യും. ഓൺലൈനായി നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ഡേറ്റുകളോ പ്രോസസ്സിങ്ങോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വിളിച്ചാൽ ഉടൻ തന്നെ, ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്താൽ ഉടൻ തന്നെ നാം അപ്ലൈ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ജനുവരിയിലെ എക്സാമിനേഷന് വേണ്ടി നന്നായി ഒരുങ്ങുക. ഇതിനോടൊപ്പം തന്നെ സെക്കൻഡ് എക്സാമിനേഷൻ ഏപ്രിൽ മാസത്തിൽ നടക്കുമ്പോൾ ആ പരീക്ഷയ്ക്ക് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, ആ പരീക്ഷയും എഴുതണം. ഇതിന് തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു എക്സാമിനേഷനാണ് മെഡിക്കൽ സെക്ടറിലെ എക്സാമിനേഷൻ, NEET എക്സാമിനേഷൻ. MBBSനും BDSനും ഓൾ ഇന്ത്യ ലെവലിൽ അഡ്മിഷൻ ലഭിക്കാനും അതിനോടൊപ്പം മെഡിക്കൽ സെക്ടറിൽ തന്നെ 13ഓളം അലൈഡ് കോഴ്സുകളിലേക്ക് ഓരോ സ്റ്റേറ്റിലേക്കും അഡ്മിഷൻ കിട്ടാനും നാം എഴുതേണ്ട എക്സാമിനേഷനാണ് NEET എക്സാമിനേഷൻ. 2023 NEET എക്സാമിനേഷൻ മെയ് 7 നടത്തും എന്നാണ് ഇപ്പോൾ NTA അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം JEE എക്സാമിനേഷന് 3 സബ്ജക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. NEET എക്സാമിനേഷന് 3 സബ്ജക്ട്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആവട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആവട്ടെ 11ലെയും 12ലെയും NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് പരീക്ഷകളും നടക്കുക. അപ്പോൾ സയൻസ് സ്ട്രീം എടുത്ത് +1 +2 പഠിക്കുന്ന മെഡിക്കൽ സെക്ടറിലെയോ എഞ്ചിനീയറിംഗ് സെക്ടറിലെയോ ഏതെങ്കിലും മികച്ച ക്യാമ്പസുകൾ JEE സെക്ടറിലൂടെ നമുക്ക് ലഭിക്കുന്ന IITകൾ, IIITs, NITs, ISRO, IISTs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, ISC ഇതേപോലുള്ള ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനും, അതുപോലെ മെഡിക്കൽ സെക്ടറിലെ MBBS, BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി ഇതേപോലുള്ള മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും മികച്ച കോഴ്സുകളും അതിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ എയിംസ്, AFMC, ജിപ്മർ പോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിലേക്കും അഡ്മിഷൻ ലഭിക്കാൻ നാം നിർബന്ധമായും JEE എക്സാമിനേഷനോ NEET എക്സാമിനേഷനോ അപ്ലൈ ചെയ്യണം, എക്സാമിനേഷൻ എഴുതണം. ഇതിനെല്ലാം പഠിക്കാൻ 3 സബ്ജക്ട്സുകൾ മാത്രം, 11ലെയും 12ലെയും NCERT ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം. എത്രയും നന്നായി ഈ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ കോൺസെപ്റ്റുകൾ, തിയറി കോൺസെപ്റ്റുകൾ പഠിക്കുകയും അതിന് പാരലായി തന്നെ ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന്, അത് നമുക്കറിയാം എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെല്ലാം ഓബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ തിയറി കോൺസെപ്റ്റിൽ നിന്നും എങ്ങനെയൊക്കെ ഓബ്ജക്റ്റീവായി ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നും പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം കൃത്യമായ സമയത്തിനുള്ളിൽ പരീക്ഷകൾ എഴുതാനുള്ള പ്രാക്ടീസും. നമുക്കറിയാം ഒരു 3 മണിക്കൂറിൻ്റെ എക്സാമിനേഷൻ JEE എക്സാമിനേഷനിൽ, അല്ലെങ്കിൽ NEET എക്സാമിനേഷന് 3 മണിക്കൂറും 20 മിനിറ്റിൻ്റെ എക്സാമിനേഷൻ. ഈ 3 മണിക്കൂർ കൊണ്ട്, അല്ലെ 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് നാം കൃത്യമായി ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് ഏറ്റവും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യുന്നതിലൂടെയാണ് കഴിഞ്ഞ 15 വർഷക്കാലം സ്കൂളുകളിൽ പോയി എനിക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഡെസിഗ്നേഷനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2023 എൻട്രൻസ് ആണോ ടാർഗറ്റ് ചെയ്യുന്നത്, മെഡിക്കൽ സെക്ടറിലെയും എഞ്ചിനീയറിംഗ് സെക്ടറിലെയും ഏറ്റവും മികച്ച ക്യാമ്പസ് ആണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഡേറ്റുകൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിലാണ് നമ്മുടെ വിജയം. അതെങ്ങനെ പഠിക്കണം? ധാരാളം കുട്ടികൾ പഠിക്കുന്നത് കണ്ടിട്ട്, ധാരാളം കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ട് അത് കോപ്പി അടിക്കുകയല്ല വേണ്ടത്. നമുക്കറിയാം
എത്ര കുട്ടികൾ പഠിച്ചാലും ഒരാൾക്കേ ഫസ്റ്റ് റാങ്ക് കിട്ടുള്ളൂ. ആ ഫസ്റ്റ് റാങ്ക് നേടുന്ന ഒരു കുട്ടി ബാക്കി ആരെയും നോക്കാറില്ല, മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിജയിക്കാൻ വേണ്ടത് ഒരു പേഴ്സണൽ അറ്റൻഷനാണ്, അല്ലാതെ എല്ലാവരും ചെയ്യുന്നത് എന്ത് എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ആ ഒരു പേഴ്സണൽ അറ്റൻഷനോടുകൂടി വിജയിക്കാൻ വേണ്ട കഴിവുകൾ വളർത്താൻ പറ്റുന്ന രീതിയിൽ, വിജയിയായി മാറ്റപ്പെടാൻ സാധിക്കുന്ന രീതിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ, ട്രെയിനിങ്ങിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ, വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ, കഴിഞ്ഞ 22 വർഷമായി അതിമിടുക്കരായ വിദ്യാർത്ഥികളെ മാത്രം തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയല്ല, ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വിജയിക്കാനുള്ള കഴിവുകൾ വളർത്തിക്കൊണ്ട് ആൽഫ അക്കാഡമി ട്രെയിനിങ് കൊടുക്കുന്നു, ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നു, കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നു. ആൽഫയുടെ വിവിധ കോഴ്സുകളായ ക്രാഷ് കോഴ്സ്, റിപ്പീറ്റ് ബാച്ച്, ലോങ് ടൈം കോച്ചിങ് ഇതുപോലുള്ള ഏത് കോഴ്സിലേക്കും ജോയിൻ ചെയ്ത് 2023 എക്സാമിനേഷനിൽ ഒരു വിന്നറായി മാറ്റപ്പെടുവാൻ, വിവിധ കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആൽഫയിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയറിലും എൻട്രൻസ് എക്സാമിനേഷനിൽ വിജയിക്കാനും ഏത് ഘട്ടങ്ങളിലും നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ, കൃത്യമായ സിസ്റ്റമാറ്റിക്കായ പഠനത്തിലൂടെയാണ് വിജയം നേടുന്നത്, അല്ലാതെ മറ്റുള്ളവരെ കോപ്പി അടിക്കുന്നതിലൂടെ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിജയം നേടാൻ നിങ്ങളെ ഓരോരുത്തരെയും ആൽഫയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നല്ല വിജയം ആൽഫയിലൂടെ കൃത്യമായി നേടാൻ സാധിക്കും എന്നുള്ള ഉറപ്പോടുകൂടി വിജയാശംസകൾ ചേർന്നുകൊണ്ട് നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.